എല്ലാവർക്കും നമസ്കാരം. മണിരത്നം, കമൽഹാസൻ, AR റഹ്മാൻ, ആഹാ അന്തസ്. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജനുവരി 5-ാം തീയതി ഇറങ്ങാൻ പോകുന്ന തഗ് ലൈഫിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ സിനിമയുടെ ഒന്നാമത്തെ പ്രത്യേകത 38 വർഷത്തിന് ശേഷം കമൽഹാസനും മണിരത്നവും കൂടി ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനു മുമ്പ് 1987 നായകൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഒത്തുചേർന്നത്. നായകൻ എന്ന സിനിമ അന്നത്തെ കാലത്ത് 175 ദിവസത്തോളം തിയേറ്ററുകളിൽ ഓടി വൻ വിജയമായ സിനിമയായിരുന്നു. ശരിക്കും നായകൻ എന്ന സിനിമ ബോംബെ അണ്ടർവേൾഡ് ഡോണായ വരദരാജൻ മുതലിയാർ എന്ന ഒരു ഡോണിന്റെയും അതുപോലെ തന്നെ 1972 ഇറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ദ ഗോഡ് ഫാദർ എന്നീ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് അന്ന് ആ സിനിമ ചെയ്തതെന്നാണ് മണിരത്നം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പൊ 38 വർഷത്തിന് ശേഷം ഇവരും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് തഗ് ലൈഫ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണിരത്നത്തിന്റെ 29ാമത്തെ സിനിമയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. മണിരത്നത്തിന്റെ രണ്ടാമത്തെ സിനിമ മലയാളത്തിലായിരുന്നു. ആ മലയാളത്തിലെ സിനിമയുടെ പേരായിരുന്നു ഉണരു. 1984 14 ഏപ്രിലാണ് ഈ ഉണരു എന്ന സിനിമ റിലീസായത്. അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയായിരുന്നു ആ സിനിമ. ടി ദാമോദരൻ തിരക്കഥ എഴുതിയ ആ സിനിമയുടെ മ്യൂസിക് ചെയ്തത് ഇളയരാജയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ, സുകുമാരൻ, രതീഷ്, സബിത എന്നിവരാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ആ സമയത്ത് ഒരുപാട് പ്രേക്ഷക പ്രശംസ കിട്ടിയ ഒരു സിനിമയെ കൂടിയായിരുന്നു ഉണരു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉലകനായകനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം 2022 ലോകേഷ് കനകരാജ് രണ്ടാമത്തെ ഒരു തിരിച്ചുവരവാണ് കൊണ്ടുവന്നത്. വിക്രമിൽ ഏജന്റ് വിക്രമായിട്ടും 2024 ഇറങ്ങിയ കൽക്കിയിൽ സുപ്രീം യാസ്കിനായിട്ടും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ 2024 ശങ്കർ ഉലകനായകനെ വേറൊരു ഉലകത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു ഇന്ത്യൻ 2-ലൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ഈ പടത്തിലൂടെ ഒന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ അടുത്ത ലെജൻഡ് ARRനെ കുറിച്ചാണ്. AR റഹ്മാൻ. അതായത് 19 സിനിമകൾ കൂടുതൽ AR റഹ്മാനും മണിരത്നവും കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിലെ ചില സിനിമകളാണ് റോജ, തിരുട തിരുട, ബോംബെ, ഇരുവർ, ദിൽസെ, അലൈപായ്തേ, ഗുരു, രാവൺ, ഓക്കെ കൺമി എന്നീ സിനിമകൾ. അപ്പൊ ചുരുക്കി പറയാനാണെങ്കിൽ ഈ 3 ലെജൻഡ്സും കൂടുന്ന ഒരു ലെജൻഡറി സിനിമയാകും എന്ന ഒരു പ്രതീക്ഷയാണ് ജൂൺ 5-ന് തഗ് ലൈഫ് ഇറങ്ങുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കിടയിലും ഉള്ളത്. ഉലകനായകൻ തിരിച്ചു വരുന്നതോടെ ചിമ്പുവും തിരിച്ചു വരും എന്ന പ്രതീക്ഷ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ തഗ് ലൈഫിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ചെയ്തിരിക്കുന്നത് കമൽഹാസനും മണിരത്നം കൂടിയാണ്. അതുപോലെ തഗ് ലൈഫിന്റെ നിർമ്മാണം കൈകാര്യം ചെയ്തിരിക്കുന്നത് കമൽഹാസന്റെ തന്നെ നിർമ്മാണ കമ്പനിയായ രാജ് കമൽ ഫിലിംസും മണിരത്നത്തിന്റെ നിർമ്മാണ കമ്പനിയായ മദ്രാസ് ടാക്കീസും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജെയിൻ മൂവീസും കൂടി ചേർന്നാണ്. അപ്പോൾ സിനിമ കാണാൻ ഇനി വേറെ പ്രതീക്ഷയുടെ ആവശ്യമുണ്ടോ? അപ്പൊ ബാക്കി ജൂൺ 5-ന് കാത്തിരുന്ന് കാണാം.